മോളെ അനു, ഇത്ര പെട്ടെന്ന് കളിക്കാനൊക്കെ തുടങ്ങിയല്ലേ? മുത്തശ്ശിയുടെ കൂടെ കളിക്കുമ്പോ നല്ല രസമുണ്ട് അച്ഛാ. അപ്പൊ എന്റെ കൂടെ കളിക്കാൻ ഒരു രസവും ഇല്ലെന്നാണോ മോളെ? അമ്മയുടെ കൂടെ കളിക്കാൻ രസമുണ്ട്, പക്ഷെ മുത്തശ്ശി അടിപൊളി. എന്റെ ചക്കരക്കുട്ടി. കിച്ചണിൽ ആരാ ഉള്ളത്? ഞാനാ. ഏട്ടത്തി, ഏട്ടത്തി കിച്ചണിൽ എന്ത് ചെയ്യുവാ? പാചകം ചെയ്യായിരുന്നു അബി. ചേച്ചി എന്തിനാ കഷ്ടപ്പെടുന്നേ? എനിക്കെന്ത് കഷ്ടപ്പാട്. അമ്മ അനുവിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ വെറുതെ ഇരിക്കുന്നേന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെക്കാന്ന് കരുതി ഉണ്ടാക്കി വെച്ചു. ആ അബി, ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ഏട്ടത്തി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഏട്ടത്തി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പോവാ. ഇന്ന് എനിക്ക് ഫുഡ് ഫെസ്റ്റിവൽ ആണ്. വയറ് നിറയെ ഞാൻ കഴിക്കും. അതെന്താ അബി? അപ്പൊ വസു നിന്നെ ഇത്രയും നാളും പട്ടിണിക്കിട്ടേക്കായിരുന്നോ? എന്താ ഭാവന ഇത്? ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയില് വഴക്കുണ്ടാക്കാനാണോ നീ വന്നത്? വസുവും ഏട്ടത്തിയും നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കും. ഒരു വഴക്കുമില്ല. സോപ്പിടൊന്നും വേണ്ട. ആദ്യം വന്നത് നിങ്ങളുടെ ചേച്ചിയല്ലേ? ഞാൻ അതിനു ശേഷമല്ലേ വന്നത്? നീ വന്നതിന് ശേഷമാ അബിയുടെ മുഖത്തൊരു സന്തോഷം വന്നത് വസു. അബി ഇപ്പൊ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ്. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അബി? നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഏട്ടത്തി. നിങ്ങൾക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. നിങ്ങൾ കഴിച്ചോളൂ, ഞങ്ങൾ ഇറങ്ങാം. എല്ലാവർക്കും കുറച്ച് കുറച്ചായിട്ട് കഴിക്കാൻ ചേച്ചി. അതൊന്നും വേണ്ട വസു. ഇനി മുതല് ഞങ്ങൾ എന്നും വരും അനുവിനെ നോക്കാൻ വേണ്ടി. അനുവിന്റെ കാര്യമൊക്കെ ഇനി ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എല്ലാ ദിവസവും വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അബി? അയ്യോ, അതൊന്നും അല്ല ഏട്ടത്തി. ഏട്ടനും അഖിലും എന്തു പറയുന്നു ചിന്തിച്ചിട്ടാ. ആരെന്ത് വിചാരിച്ചാലും ഞങ്ങൾക്കെന്താ? ഞങ്ങളെ ആരും തടയില്ല. അവരോവറായിട്ട് സംസാരിച്ചാ അവരെ വിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരും. ആ വീട്ടിൽ നിന്നാ ഞങ്ങളും ഇറങ്ങി. അമ്മയും കൂടി ഇറങ്ങി വന്നാൽ എങ്ങനെയാ? ഇപ്പോ ആ വീട്ടിൽ താമസിക്കുമ്പോ നരകത്തിലിരിക്കുന്നത് പോലെ തോന്നുന്നേ. ഇവിടെയാ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. എല്ലാ കഷ്ടങ്ങളും മറന്ന് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അമ്മേ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം, പോവാം. ശരി അബി, ഞങ്ങൾ പോയിട്ട് വരാം. തീർച്ചയായിട്ടും നാളെ വരാം. നാളെ വരാൻ കേട്ടോ അനു. പോവാൻ ഭാവനെ. സൂക്ഷിച്ചു പോയിട്ട് വാ അമ്മേ. പോയിട്ട് വാ ഏട്ടത്തി. ബായ് അനു. മുത്തശ്ശിയും വല്യമ്മയും കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായിച്ചാ. മോളെ ഹാപ്പിയാക്കാൻ വേണ്ടി അവരിവിടെ വന്നത്. ആ വസുന്ധര, അപ്പൊ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. വയറ് നിറച്ച് കഴിക്കാനുള്ളത് എടുത്തു വെക്ക്. ഏട്ടൻ തന്നെ ഉണ്ടാക്കി അങ്ങ് കഴിക്ക്. അയ്യോ വസുന്ധര, അല്ല അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ദേഷ്യം അച്ഛാ. അല്ല എന്തിനാ ദേഷ്യം? അച്ഛൻ വല്യമ്മ പുകഴ്ത്തി പറഞ്ഞില്ലേ? അവളെ ഞാൻ പുകഴ്ത്തിയല്ലോ. കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി പുകഴ്ത്തണം എന്നാണോ പറയുന്നത്? വേറെ വഴിയില്ല. എന്നാ പുകഴ്ത്തിക്കളയാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇനി സംശയം തോന്നി എന്റെ റൂമിൽ ചെന്ന് ആ പണം എങ്ങാനും അന്വേഷിച്ചു കാണോ? നിന്റെ മുറി ഞാൻ പരിശോധിച്ചടി. നീ മോഷ്ടിച്ച മൊത്തം പണോ ഇപ്പൊ ഞാൻ മോഷ്ടിച്ചടി. അഖിലും കാർത്തികയും വന്നായിരുന്നു സിസ്റ്റർ? എപ്പോഴേ വന്നു സിസ്റ്റർ. നിങ്ങൾ എന്താ തിരിച്ചു വന്നത്? വീണ്ടും സാരി മാറ്റാൻ വേണ്ടിയാണോ? അല്ല,
ഇന്ന് രാത്രി ഇവിടെ തന്നെ നിൽക്കാനാ. ഇവിടെയാണല്ലോ ആ ബ്രീഫ് കേസ് വെച്ചത്. പണം എവിടെ പോയി? ഒരുപക്ഷെ അവരെടുത്തതാവോ? എന്തു പറ്റി സിസ്റ്റർ? പാവയ്ക്ക് തിന്നതുപോലെ മുഖം വെച്ചിരിക്കുന്നത്. ഞാനില്ലാത്ത സമയത്ത് എന്റെ മുറിയിലേക്ക് ആരെങ്കിലും വന്നായിരുന്നോ? ഞാനാ പോയത്. എന്തിന്? തൂത്തു വരാനായിട്ട്. മൊത്തം തൂത്തുവാരിയല്ലേ? മൊത്തം തൂത്തുവാരി. എത്ര ധൈര്യം നിങ്ങൾക്ക്! എന്റെ കാശ് തന്നെ മോഷ്ടിച്ചിട്ട് എന്നോട് ഇൻഡയറക്റ്റ് ആയിട്ട് അത് പറയുന്നു. തേനീച്ച കുത്തിയ കള്ളനെ പോലെ നിലവിളിക്കാനും പറ്റില്ല, ഓടാനും പറ്റില്ല. എവിടെ പോയിരിക്കായിരുന്നു ആന്റി? ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അഖിൽ. എന്ത് ജോലിയാണെന്ന് പറ മോം. കാണാതെ പോയ ആ പണം മോമാണ് എടുത്തതെന്ന് മോമിന്റെ മരുമകൻ സംശയിക്കുകയാണ്. സംശയം എന്തിനാ? അതല്ലേ സത്യം. എന്നുവെച്ചാ ആ പണം ഞാനാണ് എടുത്തതെന്നാണോ പറയുന്നേ? ആർക്കറിയാം, ഈ വീട് മുഴുവൻ കള്ളന്മാരല്ലേ. ആ പണം ഒന്ന് കിട്ടിക്കോട്ടെ, കള്ളന് അപ്പൊ അറിയാം. ആ പണം നിന്റെ ബെഡ്റൂമിലാണ് ഈ വെച്ചിരിക്കുന്നത്. അതെടുത്താ നീ ആയിരിക്കും കള്ളിയാവാൻ പോകുന്നത്. ആര് വിശ്വസിക്കണം, ആര് വിശ്വസിക്കാൻ പാടില്ലെന്ന് എനിക്ക് പിടികിട്ടുന്നേ ഇല്ല. ഈ ഒരു അവസ്ഥ നീ ആ കൊച്ചുമനെ ഉണ്ടാക്കിയെടുത്തത്. വിശ്വസിക്കേണ്ടവരെ തള്ളി മാറ്റിയിട്ട് വിശ്വസിക്കാൻ പാടില്ലാത്തവരെ കൂടെ നിർത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നെ പറ്റിയല്ലേ ഈ പറയുന്നത്? കുറ്റബോധമുള്ള മനസ്സാണ് കുറുകുറുക്കുന്ന് പറയാറുള്ളത്. അഖിൽ, നിന്റെ അമ്മ ഏടത്തി വന്നിട്ടുണ്ട്. പാവം, വളരെ ക്ഷീണിച്ചാ വന്നിരിക്കുന്നെ. അമ്മ വീട്ടിലേക്ക് എന്തിനാ പോയത്? അനുവിനെ കാണാൻ വേണ്ടി. എന്നോട് അമ്മയ്ക്ക് ഒരു വാക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഈ വീട്ടിലെ മുതിർന്നയാൾ നീയാണോ ഞാനാണോ? ഇപ്പൊ എല്ലാവരെക്കാളും വലിയവൻ ഇവനല്ലേ എടത്തി. ഓർഡർ ഇടുകയാ. എല്ലായിടത്തും പാവപ്പെട്ടവരാണ് വലിയ വലിയ വീടുകളിൽ പോയി ജോലി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാ ബംഗ്ലാവിൽ താമസിക്കുന്നവര് പോയി പാവപ്പെട്ടവരുടെ കുടിലിൽ ജോലി ചെയ്യുന്നു. ഞങ്ങള് ജോലിക്കല്ല പോയത്, ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനാണ്. മരിച്ച് നരകത്തിലേക്ക് പോകുമ്പോ അവിടെ കുറച്ചെങ്കിലും ശിക്ഷ കുറയുമെന്ന് കരുതിയാ അവിടെ പോയി ജോലി ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പോകുന്നത് ഏട്ടന് ഇഷ്ടമാണോ ഏടത്തി? ആർക്ക് ഞങ്ങളവിടെ പോകുന്നത് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തടയാൻ ആർക്കും പറ്റില്ല. ആരാ തടയുന്നെന്ന് കാണട്ടെ. ഏട്ടൻ അവിടെ പോകുന്നത് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് ഇരിക്കട്ടെ. ഇന്ന് ഏട്ടനും കൂടി അവിടെ അനുവിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഏട്ടന്റെ ഉള്ളിലെ മനുഷ്യത്വം ഇനി മരിച്ചിട്ടില്ലെന്ന് ഏട്ടൻ തെളിയിച്ചു. ഈ വീട്ടിലെല്ലാവരും എന്നെ കുറ്റം പറയുന്ന ആൾക്കാരാ. ഛേ, വെറുതെ എല്ലാവരും അഖിലിനെ ദേഷ്യപ്പെടുത്തുകയാണ്. എല്ലാവരും അനുഭവിക്കും. പണം എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. നിന്നെ പ്രസവിച്ച അമ്മ വന്നാലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ പേര് അംബികാദേവി എന്നാണ്. ഞാൻ സുമംഗലിയാടി. എന്തേട്ടാ പുറത്തിറങ്ങി നിൽക്കുന്നത്? ഭക്ഷണം കഴിച്ചോ? ഇതുവരെ കഴിച്ചില്ല രവി. ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ മണം ഇവിടെ വരെ എത്തിയല്ലോ. ചേച്ചി ദിവസവും വെറൈറ്റി ആയിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
പിന്നെന്തിനാ പുറത്തിറങ്ങി നിൽക്കുന്നേ? ചേട്ടന് പെട്ടെന്ന് പോയി കഴിച്ചൂടെ? അതിന് നിന്റെ ഏട്ടത്തി തന്നെങ്കിലല്ലേ. ചേട്ടന് ഇഷ്ടപ്പെട്ടതല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ, പിന്നെന്താ ഏട്ടന് തരാത്തെ? ചേട്ടനല്ലേ ഇവിടെ കഴിക്കാതെ വന്ന് നിൽക്കുന്നേ? ഒന്നിങ്ങ് വന്നേ. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് ചേച്ചി തന്നെയാണ്. പക്ഷേ ഈ ചേച്ചിയല്ല, വേറൊരു ചേച്ചിയാ. വേറൊരു ചേച്ചിയോ? ആരാണ് ചേട്ടാ? എടാ, എന്താ ഏട്ടാ, ഭാവന ചേച്ചിയുടെ കാര്യമാ. ഓ, ആ ചേച്ചി പാചകം ചെയ്ത ഈ ചേച്ചി വിളമ്പി തരില്ല ചേട്ടാ? ഈ ചേച്ചിയെക്കാളും ആ ചേച്ചി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞുപോയി. ഓ, ആ എന്താ ചേട്ടാ ഈ പറയുന്നേ? എന്റെ ചേച്ചിയെ നിങ്ങൾ ഇത്രയൊക്കെ അപമാനിച്ചോ? തീർന്നു ചേട്ടാ, ഇന്ന് ചേട്ടൻ പട്ടിണി. എന്റെ ഏട്ടത്തി എനിക്ക് വേണ്ടി വളരെ ആഗ്രഹിച്ചുണ്ടാക്കിയതാ. ഇനി എനിക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്തോ. ചേച്ചി, കുട്ടികളൊക്കെ ഉറങ്ങിയോ? ആ അവര് ഉറങ്ങി രവി. ആ എന്താ ചേച്ചി ഇന്ന് പലതരത്തിലുള്ള ആഹാരം ഉണ്ടാക്കിന്ന് തോന്നുന്നല്ലോ. അഭിചേട്ടന് ആഹാരം കഴിച്ചിട്ടാണോ ഇങ്ങനെ പുറത്തു വന്ന് നിക്കുന്നേ? ഇടാ എന്താ ചേട്ടാ, കഴിച്ചില്ലേ? ചെല്ലിയേട്ടാ. ഇടാ രവി, നീ എന്നെ ചെല്ലിയേട്ടാ. എന്താ രവി, നിങ്ങൾ എന്നെ കൊടുക്കാൻ നോക്കുവാണല്ലേ? ഞങ്ങള് ചേട്ടനെ കൊടുക്കുന്ന എന്തിനാ? പാവം എന്റെ ചേച്ചി എത്ര നേരമായി ചേട്ടനെ കാത്തിരിക്കുവാ. അയ്യോ, ചേട്ടന് അങ്ങോട്ട് പോകാതെ ചേച്ചി കഴിക്കില്ലെന്നേ. ഭാര്യയെ പട്ടിണി കിടുന്നതേ മഹാപാപമാ. അയ്യോ, പോവാ. ചേട്ടാ, അങ്ങോട്ടേ ഇരിക്കേട്ടാ. എന്റെ ചേച്ചി ചേട്ടന് വയറ് നിറയെ വാരിത്തരും. വസു, അതും കൂടെ വെച്ചോ. പിന്നെ വസുന്ധര, ആ കറിയും കൂടെ ഒഴിക്കും. അത് തന്നെ. ഈ 2 കറികളും കൂടി കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ, വാ, സൂപ്പർ ആയിരിക്കും വസുന്ധര. ഇങ്ങ് തന്നോളൂ. കൊള്ളാമോ? അതെന്താ ചേച്ചി ചേട്ടന് കൊടുക്കാതെ ചേച്ചി മാത്രം കഴിക്കുന്നേ? ഏട്ടനോട് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ചേച്ചി വിളമ്പി കൊടുത്തെങ്കിലല്ലേ അഭിചേട്ടന് കഴിക്കാൻ പറ്റൂ. എന്താ ഇദ്ദേഹത്തിന് വിളമ്പാൻ അറിയില്ലേ? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അറിയാതെ പറഞ്ഞു പോയ ഒരു കാര്യത്തിന് ചേട്ടനെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി? ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ നാട്ടിൽ ഇനി ഒരാൾക്കും വരാൻ പാടില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് ചേട്ടനോട് ക്ഷമിച്ചേക്ക് ചേച്ചി. ചേട്ടനാണെങ്കിൽ നിങ്ങളുടെ പാചകം ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തെ കുറ്റം പറയുന്ന ആളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചേച്ചി ഇന്നാകെ മൂഡ് ഓഫ് ആയിരിക്കുകയാണെന്ന് തോന്നുന്നു. ചേട്ടന്റെ കാര്യം ഇന്ന് പോക്കാം. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. എല്ലാം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കഴിച്ചോ. ഓഹോ, ഇതൊരു ടെസ്റ്റിംഗ് ആണെന്നാ തോന്നുന്ന അഭിയേട്ടാ. ആദ്യം ചേച്ചി എല്ലാ ഭക്ഷണവും കഴിച്ചു നോക്കിയിട്ട് പിന്നീട് ചേട്ടന് വിളമ്പി തരുന്നാ തോന്നുന്നേ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഏട്ടൻ കഴിച്ചു കഴിഞ്ഞാ എല്ലാം എടുത്ത് കഴുകി വെക്കായിരുന്നു. ചേച്ചിയുടെ ദേഷ്യത്തിനും സ്നേഹത്തിനും ഒരു പരിധിയില്ല ചേട്ടാ. നാണമൊക്കെ മാറ്റി വെച്ച് ചേട്ടൻ തന്നെ വിളമ്പി കഴിച്ചാ മതി. ഇല്ലെങ്കിലേ ചേട്ടൻ ഇന്ന് മുഴു പട്ടിണി കിടക്കേണ്ടി വരും.
ആ കറിയും കൂടെ ഒഴിച്ചോ. സാരമില്ല, താൻ എന്താണോ തരുന്നത് അത് കഴിച്ചോളാം. അല്ല, ആ കറി ഇല്ല, ഒന്നുമില്ല. കഴിക്ക്. ഇന്ന് എന്റെ ചേച്ചി ഉണ്ടാക്കിയതാ. എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം. അതുകൊണ്ടാ ഞാൻ ആദ്യം കഴിച്ചത്. ചേച്ചി, അപ്പൊ ചേച്ചി വളരെ ഇഷ്ടത്തോടെ കഴിച്ചതല്ലേ? ഇഷ്ടപ്പെടാതെ ആരെങ്കിലും കഴിക്കുവോ? അതെ അല്ലേ? നിങ്ങളുടെ ഏട്ടത്തി അങ്ങനെ എല്ലാരും ഉണ്ടാക്കുന്നൊന്നും കഴിക്കില്ല. ഇഷ്ടപ്പെട്ടവരുണ്ടാക്കിയത് മാത്രമേ കഴിക്കൂ. കുറച്ച് കൂടുതൽ എരിവായി പോയി. നീ ഉണ്ടാക്കുന്ന ടേസ്റ്റ് തന്നെ വേറെയാ. വസുന്ധര, ഈ ഇരിക്കുന്ന കറി ഉണ്ടല്ലോ, ഇത് ഒരു കാശിന് കൊള്ളത്തില്ല കേട്ടോ. ഇനി എനിക്ക് ആ കറി വെക്കണ്ട. താങ്ക് യു. വേണ്ടെന്നല്ലേ പറഞ്ഞേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കഴിക്ക്. അയ്യോ വേണ്ടെന്നേ. ഇതെല്ലാം ഏട്ടന് വേണ്ടിട്ടുള്ളതാ. ആണല്ലേ? ഈ 2 കറി ഉണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക്. പത്മ, ചായ ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് വാ. രവിയേട്ടാ, ഉത്സവത്തിന് എന്റെ നാട്ടിലേക്ക് പോവാമോ? കഴിഞ്ഞ തവണ നിന്റെ നാട്ടിലല്ലേ പോയത്? ഇത്തവണ എന്റെ നാട്ടിൽ പോ. എപ്പോ എന്റെ അമ്മയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നേ. എന്റെ വീട്ടിലേക്ക് വരുന്നോണ്ട് നിനക്ക് എന്താ ഇത്ര പ്രശ്നം? എന്റെ വീട്ടിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് എന്താ അഭിമാനക്കുറവ്? തർക്കം വേണ്ട, എന്റെ വീട്ടിൽ തന്നെ പോ. പോകുന്നെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോണം, അല്ലെങ്കിൽ വേണ്ട. എല്ലാ പ്രാവശ്യം നിന്റെ വീട്ടിൽ തന്നെ വരാൻ ഞാൻ നിന്റെ കളിപ്പാവയൊന്നുമല്ല. പോവുകയാണെങ്കിൽ എന്റെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ എങ്ങും പോണ്ട. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല, എന്റെ വീട്ടിലേക്ക് പോകൂ. നീ പൊക്കോ. നീ ആരെ പേടിപ്പിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാ. പൊയ്ക്കോ. ഞാൻ സത്യമാണ് പറയുന്നേട്ടാ. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? എന്താ രവി, എന്തോ പ്രശ്നം പോലെ ഉണ്ടല്ലോ. അയ്യോ പത്മ, എങ്ങോട്ട് പോവാ പത്മ? അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് ചേച്ചി. എന്തിനാ രവി? എന്നോട് ദേഷ്യപ്പെട്ടു പോവാ. പത്മ ദേഷ്യപ്പെട്ടു പോവാന്നോ? അവളെ പറ്റി നിങ്ങൾക്കറിയില്ല ചേച്ചി. അവള് ചേച്ചിയെ പോലൊന്നുമല്ല, ഭയങ്കര സ്വാർത്ഥതയാ, തീരെ ക്ഷമയില്ല. ഞാനായതുകൊണ്ട് ഇവളെ കല്യാണം കഴിച്ചു. നിങ്ങൾ എന്താ മോശമാ? എന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇതിനു മുൻപേ ഇറങ്ങി പോയെന്നെ. അതെ അതെ, നീയേ സത്യവാന്റെ സാവിത്രിയാണല്ലോ, അതുകൊണ്ടാ ഇവിടെ തന്നെ നിൽക്കുന്നേ. അല്ല അത് പോട്ടെ, നിങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നം? ഒന്നുമില്ല ഏട്ടാ, വെറുതെ വഴക്കുണ്ടാക്കി അവളുടെ വീട്ടിലേക്ക് പോവാ. വെറുതെ ഇങ്ങനെ ആരെങ്കിലും ദേഷ്യപ്പെടോ രവി? ഒരു കാരണം കാണില്ലേ? അങ്ങനെ ചോദിക്കുക ചേച്ചി. വലിയൊരു മഹാരാജാവിനെ പോലെ എന്നോട് ആജ്ഞാപിക്കാൻ നിൽക്കുക. കല്യാണം കഴിഞ്ഞത് മുതലേ നീ എന്നെ വെറുതെ ഭരിച്ചോണ്ടിരിക്കുന്നത്. ആരാരെയാ ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. നീ ആവശ്യമില്ല സംസാരിക്കരുത്. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെക്കോ. അയ്യോ രവി, ഞാൻ പോവാ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാ. നിക്ക് പത്മ, അമ്മയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ട് എവിടേക്കാ പോകുന്നത്? എന്റെ അമ്മയുടെ വീട്ടിലേക്ക് തന്നെ ഏട്ടാ. നിന്റെ അമ്മയുടെ വീട് ദേ അത് തന്നെയല്ലേ?